friends, welcome back to YouTube channel. ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെലിവറി ബ്ലോഗ് എന്ന ഡെലിവറി സ്റ്റോറി ടെല്ലിംഗ് ബ്ലോഗ് 3 months ബാക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡെലിവറി എക്സ്പെൻസ് എത്രയാണെന്നാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. നിശ്ചിതപോലെ കുറച്ച് കുസൃതിയൊക്കെ കാണിക്കൂട്ടോ, അപ്പോൾ അതൊന്നും നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്തേക്കാം. അപ്പം മെയിനായിട്ട് വന്നേക്കുന്നത് ഡെലിവറി എക്സ്പെൻസ് എത്രയാന്നുള്ളതാണ്. ആ കമന്റ്സ് മൊത്തം വന്നിട്ടുണ്ടായത് വീഡിയോന്റെ താഴെ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ കമന്റ്സ് ആണ് മെയിനായിട്ട് വായിച്ചിട്ട് അതിന് ആൻസർ തരാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് വന്നേക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത്, ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഏത് ഡോക്ടറെ ആയിരുന്നു കൺസൾട്ട് ചെയ്തത്? പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഏത് റൂമാണ് ചൂസ് ചെയ്തത്? റൂം റെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നാണ് ഒരാൾ കമന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. പേര് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. താങ്ക് യു ഫോർ കമന്റ്. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കമന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഡോക്ടർ ഷേർലി മാത്തനായിരുന്നു. ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു, കൊച്ചിയിലായിരുന്നു കേട്ടോ. അപ്പൊ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായില്ല എന്നാണ്. നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ഓരോ വീക്കിലും, ഓരോ മന്തിലും, ഓരോ വീക്കിലും നമുക്ക് ഓരോരോ ക്ലാസ്സസ് ഉണ്ടാവും. ക്ലാസ്സസിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്തെന്നൊക്കെ വെച്ചാല് ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയായിരിക്കണം, ആഫ്റ്റർ ബേബി കെയർ എങ്ങനെയായിരിക്കണം, ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം പ്രഗ്നൻസി ടൈമില്, പിന്നെ ഓരോരോ കാര്യങ്ങൾ, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അവർ യോഗ ക്ലാസ്സസ്, എക്സസൈസ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മന്ത്ലി സാറ്റർഡേ ആണ് ക്ലാസ്സസ് ഉണ്ടാവാറ്. അത് നമുക്ക് നേരത്തെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഹസ്ബൻഡ് അതിൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഏത് ദിവസം ഏതൊക്കെ ടൈമിലാണ് ഈ ക്ലാസ്സസ് ഉണ്ടാവാന്നുള്ളത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഇരുന്നാൽ മതി, കേൾക്കുക, അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യാം. ഓക്കെ, അതാണ് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. ഡോക്ടർ ഏതാണ് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഷേർലി മാത്തനായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഏത് റൂമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഡീലക്സ് റൂമായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഡെലിവറിക്ക് വേണ്ടി ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന റൂം സ്യൂട്ട് റൂം ആയിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ ഡെലിവറി ഇത്തിരി നേരത്തെയായി വന്നു. നമ്മൾ April 20th റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്യൂട്ട് റൂം ഹസ്ബൻഡിനും കൂടി കയറാൻ പറ്റുന്ന റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ആ റൂമായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ ഡെലിവറി April 16th വന്നപ്പോ ആ റൂം നമുക്ക് കിട്ടിയില്ല. പെട്ടെന്ന് നമ്മൾ പറഞ്ഞ ഡേറ്റിനേക്ക് മുമ്പായിരുന്നല്ലോ വന്നിരുന്നത്. ഓൾറെഡി പേഷ്യൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് റൂം കിട്ടിയില്ല. നമ്മൾ നോർമൽ ലേബർ റൂം പോലെയൊക്കെയായിരുന്നു നമ്മൾ ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നതായിരുന്നു കേട്ടോ, ഡെലിവറി എക്സ്പെൻസ് എത്രയാണ്. ഓക്കെ, വന്നിട്ടുള്ളൊരു കമന്റ് ആണ്, ഡെലിവറി എക്സ്പെൻസ് എത്രയായിരുന്നു എന്നുള്ളത്. എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എന്റെ ഇൻഷുറൻസ് ഇന്റർനാഷണൽ ഇൻഷുറൻസ് ആയിരുന്നു. ഇന്റർനാഷണൽ ഇൻഷുറൻസ് ആയ ദമാനായിരുന്നു എന്റെ ഇൻഷുറൻസ്. അതില് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്ത് കിട്ടി. എന്നാലും ഞാൻ എസ്റ്റിമേറ്റ് എമൗണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്കൊരു 8 months 9 months ഒക്കെ ആകുമ്പോൾ നമുക്ക് അവിടുത്തെ ഫിനാൻസ് കൗൺസിലർ ആയിട്ട് ഒരു മീറ്റപ്പ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്കുള്ള ഡൗട്ടുകളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അവരെന്നോട് പറഞ്ഞിരുന്നത്, നോർമൽ ഡെലിവറി ആണെങ്കിൽ 75,000 to 1 lakh വരെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. സി സെക്ഷൻ ആണെങ്കിൽ നമുക്ക് 1 lakh എബോവ് വരെയും വിചാരിക്കാം. അതില് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുക്കുന്നുണ്ടെങ്കിലും സ്യൂട്ട് റൂം എടുക്കുന്നുണ്ടെങ്കിലും ഇതിന് ഓരോന്നിനും 10,000 വെച്ചാണ്. അത് ചില ഇൻഷുറൻസ് കമ്പനീസ് മാത്രമേ അത് കവർ ചെയ്ത് തരുള്ളൂ. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് കവർ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ഈ എമൗണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടതായിട്ട് വരും. എന്റെ നോർമൽ ഡെലിവറി ആയിരുന്നു, എന്നാൽ പോലും എനിക്ക് വന്നിട്ടുണ്ടായ എമൗണ്ട് എന്ന് വെച്ചാൽ 1,52,000 സംതിങ് ആണ് എനിക്ക് ഡെലിവറി എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതില് ഫുൾ തന്നെ കവർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ട് ഇൻഷുറൻസ് കവർ ചെയ്ത് കിട്ടി. അതിൽ നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് 9,000 സംതിങ് എന്തോ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഈ നമുക്ക് ഫുൾ കവറായിട്ടും 9,000 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ,
എന്റെ ഫുഡ് മാത്രമേ ഇൻഷുറൻസ് കവർ ചെയ്ത് കിട്ടുള്ളൂ. ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിന്നവർക്കുടെ ഫുഡൊന്നും കവർ ചെയ്ത് കിട്ടില്ല. ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിന്നിരുന്നത് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മയും പിന്നെ എന്റെ അമ്മയും കൂടി ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ ഇവരെ 3 പേരും ഫുഡിന്റെ എക്സ്പെൻസ്, പിന്നെ മുനിസിപ്പാലിറ്റിയിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു 2000 സംതിങ് എന്തോ ഉണ്ടായിരുന്നു. പിന്നെ മിസ്ലേനിയസ് അതർ എക്സ്പെൻസസ് ആയിട്ട് നമ്മുടെ സാനിറ്ററി പാഡ്, ബേബിയുടെ ഡൈപ്പേഴ്സ് അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ എല്ലാത്തിനും കൂടി എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ ഡെലിവറിക്ക് വേണ്ടി ആയിട്ടുണ്ടായിരുന്നത് 9000 റുപ്പീസ് മാത്രമായിരുന്നു കേട്ടോ. അപ്പോ ബാക്കിയൊക്കെ 1,52,000 ആയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ നമുക്ക് ഇൻഷുറൻസിലൂടെ കവർ ചെയ്ത് പോയിരുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് മെറ്റർനിറ്റി കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ അവരായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലായിട്ടും നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഒരു 8 months 9 months ഒക്കെ ആകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നമുക്ക് ഫിനാൻസ് കൗൺസിലറായിട്ട് മീറ്റപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെക്കപ്പിന് പോകുന്ന ടൈമിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ഇന്റർനാഷണൽ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇന്റർനാഷണൽ ഇൻഷുറൻസിന്റെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഡൊമസ്റ്റിക് ഇൻഷുറൻസിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങളുടെ ഇൻഷുറൻസിന്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് എത്ര എമൗണ്ട് വരും എന്നുള്ള എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ 1 lakh വരെ എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഒരു കമന്റ് വന്നിരിക്കുന്നതാണ്, 1 lakh ഡെലിവറി, റൂം റെന്റ്, ബേബി ചെക്കപ്പ് ഒക്കെ കവർ ആയോന്ന്. യെസ്, എന്റെ കവർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 9000 റുപ്പീസ് മാത്രമേ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായുള്ളൂ. അത് ഈ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഫുഡും പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അതിൻ്റെതായിട്ടുള്ള എമൗണ്ട് ഒക്കെ ആയിട്ടാണ് ഈ 9000 ആയത്. പക്ഷെ ഡെലിവറി, റൂം റെന്റ്, ഡീലക്സ് റൂം ആയിരുന്നു, പിന്നെ ബേബി ചെക്കപ്പ് എല്ലാം ഇതിൽ കവർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 1,52,000 റുപ്പീസ് എങ്ങനെ ആയി എന്റെ നോർമൽ ഡെലിവറി ആയിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിച്ചുന് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി മഞ്ഞപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ NIC റൂമിൽ ഒരു 1 day അവളെ ബ്ലൂ ലൈറ്റിന്റെ അടിയിൽ നിച്ചുവിന് ഒരു 1 day കിടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എമൗണ്ട് കൂടി ചേർത്തിട്ടാണ് ഈ 1,52,000 റുപ്പീസ് ആയത്. എന്റെ ഇന്റർനാഷണൽ ഇൻഷുറൻസ് ആയ ദമാൻ എൻഹാൻസ്ഡ് ഗോൾഡ് ആയിരുന്നു കേട്ടോ ഇൻഷുറൻസ്. അപ്പൊ ഇതിലെല്ലാം എന്റെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ട് അതിന്റെ എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. പിന്നെ ഞാൻ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനും 10,000 റുപ്പീസ് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായില്ല കേട്ടോ. ഇതൊന്നും നമുക്കിടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായില്ല. അതർവൈസ് ഉണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ ഇൻഷുറൻസിൽ പെടുമായിരുന്നു തോന്നുന്നു. പിന്നെ ഓരോരുത്തരും ഇൻഷുറൻസ് പോളിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇൻഷുറൻസ് പോളിസി എമൗണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളപ്പോൾ ഇൻഷുറൻസ് കമ്പനിയായിട്ടൊന്ന് സംസാരിക്കേണ്ടതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട്, ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ PV ചെയ്യുമ്പോൾ പ്ലാസിന്റെ ഡെലിവറി എങ്ങനെയായിരുന്നു, പെയിൻഫുൾ ആയിരുന്നു? ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ PV ചെയ്യില്ല കേട്ടോ. ഡെലിവറി വരുന്നേക്കും മുമ്പ്, ബേബി വരുന്നേക്കും മുമ്പ് നമ്മളുടെ സർവീസ് എത്ര ഓപ്പൺ ആയി എന്ന് അറിയാനായിട്ടാണ് PV ചെയ്ത് നോക്കുന്നത്. അപ്പോ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ PV ചെയ്യണേണ്ട ആവശ്യമില്ല. പിന്നെ പ്ലാസിന്റെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അനസ്തേഷ്യ ചെയ്തിട്ടുണ്ടാകും. താഴെ വെർജിൻ ഏരിയയില് അനസ്തേഷ്യ തന്നിട്ട് മാത്രമേ അവർ ചെറുതായിട്ട് ഒന്ന് കീറിയിട്ടാണ് ബേബീനെ എടുക്കുന്നത്. അതിൽ നിന്ന് എപ്പിഡ്യൂറിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആ ടൈമിൽ ഡെലിവറി ടൈമിൽ ഒരു അനസ്തേഷ്യ തന്നിരിക്കും നമ്മുടെ വെർജിനയിൽ ഏരിയയിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്ലാസിന്റെ റിമൂവ് ചെയ്യുന്നതും അതിൻ്റെതായ ഒരു പെയിനും നമ്മൾ അറിയില്ല. പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ പെയിനൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. അതോർത്ത് പേടിക്കേണ്ടതില്ല. യൂട്രസ് റിമൂവ് ചെയ്യുമ്പോഴും നമുക്ക് ആ പെയിൻ അറിയില്ല. നമുക്ക് താഴെ മരയിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ തന്നിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു പെയിനും നമുക്ക് അറിയില്ല. അപ്പൊ ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട കേട്ടോ. PV എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. എനിക്ക് ചെറുതായിട്ട് പെയിനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് PV ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എന്റെ അപ്പുറത്തുണ്ടായ ഒരു കുട്ടിക്ക് PV ചെയ്യുമ്പോൾ കുട്ടി സുഖമായിട്ട് കൂളായിട്ട് ഇരുന്നായിരുന്നു കേട്ടോ PV ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് PV ചെയ്യാൻ പോകുന്നു എന്ന് അറിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും ബോഡി ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സുഖമായിരിക്കും PV, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അതൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഓരോരുത്തരുടെയും ബോഡിയും വ്യത്യസ്തമാണ്. ചോദിച്ചേക്കണ റൂം റെന്റ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. റൂം റെന്റ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ റൂംസും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻഷുറൻസ് കവർ ആവുകയാണെങ്കിൽ നിങ്ങൾ ഡീലക്സ് റൂം ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാതെ സാധാ റൂം തൊട്ട് വലിയ റൂം വരെയുണ്ട്. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് റൂം സെലക്ട് ചെയ്യാവുന്നതാണ്. റൂമിന്റെ കറക്റ്റ് റെന്റ് അറിയണമെങ്കിൽ നിങ്ങൾ അവിടെ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. പിന്നെ
നെക്സ്റ്റ് ഒരു കമന്റ് വന്നേക്കുന്നത്, ചേച്ചിക്ക് ബേബി മൂവ്മെന്റ്സ് എവിടെയായിരുന്നു കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് ഈ പൊക്കിളിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു കേട്ടോ. നിച്ചുന്റെ കാലാണോ കൈയാണോ എന്ന് അറിയില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി വരുമായിരുന്നു. അപ്പൊ എനിക്ക് ബേബി മൂവ്മെന്റ്സ് കൂടുതലായിട്ടും ഫീൽ ചെയ്ത് പൊക്കിളിന്റെ എവിടെയായിരുന്നു കേട്ടോ. നിച്ചു സിഫാലിക് പൊസിഷൻ ആയിരുന്നു. ഒരു 7 months സ്കാനിങ് തൊട്ട് നിച്ചു സിഫാലിക് പൊസിഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ബേബി ഡെലിവറിക്ക് വേണ്ടിയുള്ള പൊസിഷൻ എന്ന് വെച്ചാൽ തല താഴെയും കാല് മുകളിലായിട്ടും. അപ്പോഴാണ് എനിക്ക് പൊക്കിളിന്റെ ഇവിടെയായിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിച്ചു ചവിട്ടായിരുന്നു. എനിക്ക് കൂടുതലായിട്ടും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എക്സ്പെൻസ്, ഡെലിവറി എക്സ്പെൻസ് എത്രയായിരുന്നു എന്നാണ് കൂടുതലായിട്ടും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7,500 to 1 lakh വരെ നമുക്ക് നോർമൽ ഡെലിവറിക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. 1 lakh എബോ ആണ് സി സെക്ഷൻ എന്ന് എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് നോർമൽ ഡെലിവറിക്ക് 1,52,000 ആയി. അപ്പൊ സി സെക്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടി ആകുമെന്ന് ഞാൻ എസ്റ്റിമേറ്റ് വിചാരിക്കുന്നു. സി സെക്ഷൻ കഴിഞ്ഞവരോട് നിങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പോ ഇത്രയാണ് നമ്മുടെ വീഡിയോ. എനിക്ക് ഇൻഷുറൻസ് ആയതുകൊണ്ട് ഫുള്ളി കവേർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ നിന്നും 9,500 സംതിങ് മാത്രമേ എനിക്ക് ഡെലിവറി എക്സ്പെൻസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ, മെറ്റർനിറ്റി ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് കാണുന്ന ഹസ്ബൻഡ്സോ വൈഫോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ഒരു ഇൻഷുറൻസ് ചെയ്താട്ടോ. മെറ്റർനിറ്റി ഇൻഷുറൻസ് ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതൽ ലാഭമാണ്, നമ്മുടെ കയ്യിൽ നിന്നും അധികം ക്യാഷ് പോകില്ല. നല്ല ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഇനി കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.